നമസ്കാരം. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിനും താക്കീതിനുമൊക്കെ ഒടുക്കം SBI ഏതായാലും കുറെ കൂടി വിവരങ്ങളൊക്കെ പുറത്തുവിടാൻ തയ്യാറായിരിക്കുന്നു. ആരാർക്ക് കൊടുത്തു എന്നുള്ള വിവരങ്ങളൊന്നും കൃത്യമായി പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ ഫണ്ട് കൈപ്പറ്റിയത് BJP ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പുറത്തുവിട്ട വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും മൊത്തം ബോണ്ടിൻ്റെ 48% തുകയും കൈപ്പറ്റിയിരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ വലിയ ആരോപണങ്ങളുമായി പ്രതിപക്ഷം ഇതിനകം രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് വിവിധ ഏജൻസികളെ വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് കൂടുതൽ ബോണ്ട് വാങ്ങിപ്പിച്ച് പണം കൈപ്പറ്റിയത്. അടുത്ത കാലത്തായി കണ്ട ഏറ്റവും വലിയ കൊള്ളയും തട്ടിപ്പുമാണ് ഈ ബോണ്ടിലൂടെ നടന്നതെന്നൊക്കെ പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ബോണ്ട് വാങ്ങിച്ച കമ്പനികൾക്കൊക്കെ പ്രത്യുപകാരങ്ങൾ ചെയ്തു കൊടുത്തൊക്കെയാണ് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്തത് എന്നൊക്കെ നിലവിൽ കോൺഗ്രസും CPM ഒക്കെ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ SBI പുറത്തുവിട്ട പശ്ചാത്തലത്തിൽ ഇനി എന്താണ് ഈ കേസിൻ്റെ ഈ സംഭവത്തിൻ്റെ ഭാവി എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ജിംസ്, ഇത് എത്ര കണ്ട് നിലവിലെ അടിസ്ഥാനത്തിൽ BJPക്ക് തിരിച്ചടിയാണ്? തെരഞ്ഞെടുപ്പിൽ ഇത് ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? ഇത് BJPക്ക് അങ്ങനെ തിരിച്ചടിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2011 ഈ ഒരു ഏറ്റുമുട്ടൽ കൊലക്കേസുമായി ബന്ധപ്പെട്ട് അമിത്ഷായ്ക്കെതിരെ, ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഒരു കേസുണ്ടായിരുന്നല്ലോ, തുളസിറാം പ്രജാപതി സൊറാബുദ്ദീൻ ഷെയ്ഖ് കേസ്. അപ്പോൾ ആ കേസ് CBI അന്വേഷണം നടന്ന സമയത്ത് സുപ്രീം കോടതിയിൽ CBI ഒരു കാര്യം പറഞ്ഞു. ഗുജറാത്ത് സംസ്ഥാനം കേന്ദ്രീകരിച്ച് ഒരു എക്സ്ട്രോഷൻ ഗ്യാങ് പ്രവർത്തിക്കുന്നു. അതായത് പിടിച്ചുപറി ഗ്യാങ്. ആ പിടിച്ചുപറി ഗ്യാങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് അമിത്ഷായാണ് എന്ന് CBI ഒരു സത്യവാങ്മൂലം കൊടുത്തു. അന്ന് അമിത്ഷായ്ക്ക് വേണ്ടി റാം ജഠ്മലാനിയാണ് ഹാജരായത്. അപ്പോൾ റാം ജഠ്മലാനി അതിനെ കൗണ്ടർ ചെയ്യുകയല്ല ചെയ്ത് കോടതിയിൽ. അദ്ദേഹം പറഞ്ഞത് ഈ ആരോപണം CBI ഉന്നയിക്കുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചാണ് എന്നാണ്. അതായത് അമിത്ഷാ ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള തർക്കത്തിലേക്ക് റാം ജഠ്മലാനി പോയില്ല. അപ്പോൾ 2011 നാം അന്ന് കണ്ടത് എന്താണ്? എക്സ്ട്രോഷൻ ഗ്യാങ് എന്ന് പറഞ്ഞാൽ പോലീസ്, ക്രിമിനലുകൾ, സർക്കാർ, ഇവർ കൂടിയൊരു നെക്സസ് എന്നാണ് CBI അതിനെ വിശേഷിപ്പിച്ചതെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, സർക്കാർ, അത്രയേ ഉള്ളൂ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, സർക്കാർ, ഇവർ ചേർന്നുകൊണ്ട് പിടിച്ചു പറയാണ് നടക്കുന്നത്. അതിൻ്റെ കാരണം നമ്മൾ ഇന്നലെ ആ ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഈ കമ്പനികളൊക്കെ ലിസ്റ്റഡ് കമ്പനികളാണോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് കമ്പനികളാണോ, ഷെൽ കമ്പനികളാണെന്ന് RBIയോ അല്ലെങ്കിൽ മറ്റാരോ കണ്ടെത്തിയ കമ്പനികളാണെന്നാണ് നമ്മൾ നോക്കുമ്പോൾ എല്ലാം എന്താണ് രജിസ്റ്റേർഡ് കമ്പനികളൊക്കെയാണ്. അവർക്ക് ഡയറക്ടർമാരുണ്ട്, വിലാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ലിസ്റ്റ് ഭയങ്കര തമാശയുള്ള ലിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ലിസ്റ്റിൽ മൊത്തം കൊടുത്ത ഈ ഇലക്ട്രൽ ബോണ്ടിന് 11.25% കൊടുത്തത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കോയമ്പത്തൂർ ആസ്ഥാനമായ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ്. ഈ കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് ഇല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് വെബ്സൈറ്റ് ഇല്ല. ഇതിൻ്റെ അഡ്രസ്സ് കോയമ്പത്തൂർ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 10 കോടി രൂപയാണ്. അപ്പോൾ ഇവർക്ക് 10 കോടി രൂപ പെയ്ഡ് ക്യാപിറ്റലുള്ളൊരു കമ്പനി ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തിട്ടുള്ള കാശ് ആർക്കാണ് കൊടുത്തതെന്ന് അറിയില്ല. നമുക്കിപ്പോൾ കൊടുത്തിട്ടുള്ളത് എത്ര രൂപയാണ്? 1368 കോടി രൂപയാണ്. 10 കോടി രൂപ മാത്രം പെയ്ഡപ്പ് ക്യാപിറ്റലുള്ള ഒരു കമ്പനി 1368 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി. എന്താണ് ഇവരുടെ പണി? ഇവർ സിക്കിം, അതുപോലെ നാഗാലാൻഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പേപ്പർ ലോട്ടറി നടന്ന കമ്പനിയാണ്. സാന്റിയാഗോ മാർട്ടിൻ കേരളത്തിലും പ്രശസ്തമാണ്, നമുക്കറിയാമല്ലോ. ദേശാഭിമാനിക്ക് 2 കോടി രൂപയുടെ ബോണ്ട് കൊടുത്ത കമ്പനിയാണ്. പിന്നീട് അത് തിരിച്ചു കൊടുക്കേണ്ടത് CPM അത് വിവാദമായതിനെ തുടർന്ന് പാർട്ടി തിരിച്ചു കൊടുത്ത പൈസയാണ്. എനിക്ക് സാന്റിയാഗോ മാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു വ്യക്തിപരമായ അനുഭവം കൂടിയുണ്ട്. ഞാൻ പാലക്കാട് ബ്യൂറോയിൽ ജോലി കൊണ്ടിരുന്ന സമയത്ത് കോയമ്പത്തൂർ ഒരു ഹോമിയോ കോളേജിൽ വിദ്യാർത്ഥികൾ പ്രശ്നമുണ്ടായി. വിദ്യാർത്ഥികളുടെ സമരം തുടങ്ങി. കുറച്ച് വിദ്യാർത്ഥികളെ ഈ കോളേജ് പുറത്താക്കി. ഈ കോളേജ് സാന്റിയാഗോ മാർട്ടിൻ്റെ കോളേജാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അത് നടത്തുന്നത്. അപ്പോൾ കുറേ അധികം മലയാളി വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ മലയാളം ചാനലുകൾ വളരെ കുറച്ചാണ് അവിടെ ചെന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ മലയാളം ചാനലുകളിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനൊന്നും നമ്മുടെ ഷിജു ചിറ്റൂർ എന്ന് പറഞ്ഞ ക്യാമറമാനുണ്ട്. കുറച്ച് തമിഴ് ചാനലുകൾ വന്നിട്ടുണ്ട്. ഇതെന്താണ് സംഭവം? അപ്പോൾ പേരൻസിനെയൊക്കെ വിളിച്ചിട്ട് സാന്റിയാഗോ മാർട്ടിൻ്റെ മകൻ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. കോളേജിൻ്റെ അച്ചടക്കം അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ ഈ മൈക്കിൻ്റെ ID കണ്ടു. അവർക്ക് പെട്ടെന്ന് മനസ്സിലായി സാന്റിയാഗോ മാർട്ടിൻ്റെ മകൻ മനസ്സിലായത് മലയാളം ചാനലാണെന്ന് മനസ്സിലായി. അദ്ദേഹം ഇങ്ങനെ സ്റ്റേജിലിരുന്നിട്ട് ആ രണ്ടുപേരെ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചപ്പോൾ കുറേ പേര് വന്നിട്ട് സാർ വാങ്ക സാർ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് പെട്ടെന്ന് ഒരു കവർ എടുത്ത് നമ്മുടെ കയ്യിലേക്ക് തരാം. അപ്പോൾ എനിക്ക് അത് പിടിച്ച് മനസ്സിലായി നല്ല കെട്ട് കണക്കിന് ക്യാഷാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ ഷിജുവിനോട് കൈ കാണിച്ചു. നമ്മളത് തിരിച്ചു കൊടുത്ത് നമ്മൾ പുറത്തിറങ്ങിയിരുന്നു. കാരണം അവിടെ നിന്നാണല്ലോ അവർ പൈസ തരുള്ളൂ. അതാണ് അവരുടെ രീതി. അപ്പോൾ ക്യാഷ് ഇഷ്ടം പോലെയുണ്ട്.
അപ്പോൾ BJPക്ക് എന്തിന് ക്യാഷ് കൊടുത്തു എന്ന് ചോദിച്ചാൽ നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് 400 കോടി രൂപ അവരുടെ എന്ത് ചെയ്തിട്ടുണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. ED നിരന്തരം റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കമ്പനികൾ. അപ്പോൾ അത്തരം നിയമ നടപടികൾ ED ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ വർഷം തന്നെ ഇവർ 1068 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് ചെയ്ത് ആർക്കോ കൊടുക്കുന്നു. BJPക്കാണ് നമുക്കിപ്പോൾ തെളിവില്ല നമ്മുടെ കയ്യിൽ. ഏതോ പാർട്ടിക്ക് കൊടുക്കുന്നു. ED റെയ്ഡ് ചെയ്യുന്നു, ഏതോ പാർട്ടിക്ക് ഒരു 1068 രൂപ കൊടുക്കുന്നു. രണ്ടാം സ്ഥാനത്തുള്ളവരാണ് മേഘ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിയാണ്. അവരുടെ കഴിഞ്ഞ വർഷങ്ങളിൽ 2018 മുതൽ തുടർച്ചയായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടക്കുകയാണ്. ആ റെയ്ഡ് ആ കമ്പനിയുടെ ഓണേഴ്സ് BRSുമായി ബന്ധമുള്ളവരാണ്. BRS എന്ന് പറഞ്ഞാൽ ഭാരത് രാഷ്ട്ര സമിതി, KCRൻ്റെ പാർട്ടിയുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ്. KCRൻ്റെ പാർട്ടി റൺ ചെയ്യുന്ന ചാനലുകളിൽ ഷെയറുള്ളവരാണ് മേഘ ഇൻഫ്രാസ്ട്രക്ചർ. മേഘ ഇൻഫ്രാസ്ട്രക്ചറാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. അവർ പല കമ്പനികളുടെ പേരിൽ അവർ രണ്ടാം സ്ഥാനം അത്രയധികം കോടി രൂപ കൊടുക്കുന്നുണ്ട്. ഈ മേഘ ഇൻഫ്രാസ്ട്രക്ചറിന് വേറെ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാൻ വേണ്ടി 3 രീതിയുണ്ട് ഇപ്പോൾ നിലവിൽ. ഡയറക്റ്റ് സംഭാവന ചെയ്യാം, മറ്റൊന്ന് ഇലക്ട്രൽ ട്രസ്റ്റ് വഴി സംഭാവന ചെയ്യാം, അതാണ് കോർപ്പറേറ്റ് ഫണ്ടുകൾ അതിലാണ് വരിക. മൂന്നാമത്തെ കാര്യമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ. അപ്പോൾ നേർക്ക് നേരെ സംഭാവന ചെയ്തതിലും മേഘ ഇൻഫ്രാസ്ട്രക്ചർ 1ാം സ്ഥാനത്താണ്. ഇത് നേർക്ക് നേരെ പൈസ കൊടുത്തതിൽ മേഘ ഇൻഫ്രാസ്ട്രക്ചറാണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്തുള്ളത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ്. എന്തിനായിരിക്കും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഇലക്ട്രൽ ബോണ്ട് വഴി അല്ലാതെ നേരിട്ട് സംഭാവന കൊടുക്കുന്നത്? കോവിഡ് വാക്സിന് ഏകപക്ഷീയമായി അവർക്കാണ് വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ അനുമതി കൊടുത്ത് ആ വർഷം തന്നെ അവർ പൈസ കൊണ്ടുപോയി കൊടുക്കുന്നു. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ മേധാവി എന്തോ ഒരു പൂനാവാല നേരിട്ട് കണ്ട് പ്രധാനമന്ത്രിയെ കണ്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇനി ഇതിൽ പൈസ കൊടുത്തിട്ടുള്ള ആളുകൾ ഓരോന്നെടുത്ത് നോക്കിയാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. മൂന്നാമത്തെ കമ്പനി ക്വിക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ്, അത് റിലയൻസുമായി ബന്ധമുള്ള കമ്പനിയാണ്. ഹാൽദിയ എനർജി ലിമിറ്റഡിനെ പറ്റി അൽ ജസീറയിൽ കഴിഞ്ഞ വർഷം ഒരു റിപ്പോർട്ട് വന്നിരുന്നു. എന്താണ്, ഒരു കൽക്കരിപ്പാട അലോക്കേഷനിൽ സർക്കാർ ഇവരെ ആ ബിഡ് പ്രോസസ്സ് റിഗ് ചെയ്യാൻ വേണ്ടി സർക്കാർ സഹായിച്ചു എന്നുള്ളതാണ്. അതായത് അതിലാകെ 5 കമ്പനികളാണ് ബിഡ് കൊടുത്തതിൽ 3 ഈ ഹാൽദിയ കമ്പനിയുമായി ബന്ധമുള്ള കമ്പനികളാണ്, പേപ്പർ കമ്പനികളാണ് ബിഡ് ചെയ്തത്. അതായത് ബിഡ് പ്രോസസ്സ് അവർക്ക് വേണ്ടി അട്ടിമറിച്ച് കൊടുത്തു സർക്കാർ എന്നുള്ളതാണ് ഹാൽദിയയ്ക്ക്. അപ്പോൾ അതിനുള്ള പ്രത്യുപകാരമാണോ അത് BJPക്കാണോ കൊടുത്തിട്ടുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. അവർ 3ാം സ്ഥാനത്തുണ്ട്. പിന്നെ വേദാന്തയെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ലോകവ്യാപകമായി തന്നെ പലതരത്തിലുള്ള ക്രമക്കേടുകൾ ഇപ്പോൾ അവർ കടക്കെണിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ കടക്കെണിയിലിരിക്കുന്ന കമ്പനിയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന കൊടുക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഉള്ളത് SL മൈനിങ്, എല്ലാ മൈനിങ് കമ്പനികളാണ് കൂടുതൽ, മൈനിങ് എനർജി കമ്പനികളാണ് കൂടുതൽ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഇതിൽ ഷെൽ കമ്പനികളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല, പക്ഷേ എല്ലാം ഡ്യൂബിയസ് സാഹചര്യങ്ങളുള്ള കമ്പനികളാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം 10 കോടി രൂപ പെയ്ഡപ്പ് ക്യാപിറ്റലുള്ള ഒരു കമ്പനി എങ്ങനെയാണ് 1000 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1000 കോടി രൂപ അവർ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കള്ളപ്പണം തന്നെയാണ്. അൺഅക്കൗണ്ടഡ് മണിയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ രാജ്യത്ത് കള്ളപ്പണം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് നോട്ട് നിരോധിച്ച ഒരു സർക്കാർ അതേ കാലഘട്ടത്തിൽ തന്നെ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്ന് ഈ കള്ളപ്പണം മുഴുവൻ സമാഹരിക്കുകയാണ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സമാഹരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പോരാ, ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ പണം കിട്ടിയിട്ടുള്ളത് BJPക്കാണ്. 12,000 കോടി രൂപ BJP കിട്ടുമ്പോൾ ഇവർക്ക് കിട്ടുന്ന 1000 കോടി മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിലേക്ക് ഒഴുക്കാനുള്ള ഒരു മാർഗ്ഗമായിരുന്നു ഇലക്ട്രൽ ബോണ്ട് എന്ന് ഇത് തെളിയുകയാണ്. കാരണം അല്ലെങ്കിൽ ഇവർക്ക് അത്രമാത്രം ലാഭം ഉണ്ടാവണം. അപ്പോൾ ഇലക്ട്രൽ ട്രസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അന്നൊന്നുണ്ടായിരുന്നു, അത് UPA സർക്കാരിൻ്റെ കാലത്താണ് കൊണ്ടുവന്നത് ഇലക്ട്രൽ ട്രസ്റ്റുകൾ. അതായത് ഒരു കോർപ്പറേറ്റുകളുടെ ലാഭത്തിൻ്റെ ശതമാനത്തിൽ ഇത്ര വിഹിതമേ ഇതിലേക്ക് കൊടുക്കേണ്ടതുള്ളൂ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ലാഭം എത്രയായാലും കണക്കിൽപ്പെട്ടതോ പെടാത്തതോ ഏത് പണവും ആരും അറിയാതെ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കൊടുത്തോട്ടെ, ഓക്കെ, കള്ളപ്പണം ഉണ്ടായിക്കോട്ടെ, കള്ളപ്പണമാണ് രാഷ്ട്രീയ പാർട്ടികൾ പോകണം, അതൊക്കെ നിൽക്കട്ടെ. ഇവിടെ പ്രശ്നം അതല്ല. ഒരു സ്ഥാപനത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നിരന്തരം റെയ്ഡ് നടത്തുന്നു, ഉടൻ തന്നെ അവർക്ക് പൈസ വരുന്നു. അത് ഇലക്ട്രൽ ബോണ്ട് വഴിയോ അല്ലാതെയോ ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയോ ഒക്കെ ആയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അന്ന് 2011 CBI കോടതിയിൽ പറഞ്ഞ കാര്യമാണ് നടക്കുന്നത്. അന്ന് നടന്നത് പോലീസ് സർക്കാർ ക്രിമിനൽ നെക്സസ് ആയിരുന്നെങ്കിൽ ഇന്ന് സർക്കാർ ED CBI നെക്സസ് ഉപയോഗിച്ച് ആളുകളിൽ നിന്ന് പിടിച്ചു വാങ്ങുവാണല്ലോ, പിടിച്ചു പറിക്കുകയല്ലേ ചെയ്യുന്നത്. ഒന്ന് ഈ എക്സ്റ്റോർഷൻ നടക്കുന്നു, മറ്റൊന്ന് കള്ളപ്പണം, രാജ്യത്ത് കള്ളപ്പണം ഉണ്ട് എന്ന് തെളിയിക്കുന്നു. ആ കള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രത്യേകിച്ചും ഭരിക്കുന്ന പാർട്ടിയുടെ ഫണ്ടിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ആയിരക്കണക്കിന് കോടി രൂപ അവർ സമാഹരിക്കുന്നു. ആ പണം ഉപയോഗിച്ച് സർക്കാരുകളെ അട്ടിമറിക്കുന്നു, MLA-മാരെ വിലയ്ക്ക് വാങ്ങുന്നു, രാജ്യത്ത് അസത്യപ്രചാരണം നടക്കുന്നു, രാജ്യത്ത് വേറെ തരത്തിലുള്ള വിഭജന തന്ത്രവുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പണം ഉപയോഗിക്കുന്നു, ഫേസ്ബുക്കിലും ട്വിറ്ററിലുമുള്ള ഹാൻഡിലുകൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നു. അതായത് അസത്യവും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഫേസ്ബുക്ക് ഹാൻഡിലുകൾ, ട്വിറ്റർ ഹാൻഡിലുകൾ, ഇൻസ്റ്റാഗ്രാം ഐഡികൾ ഇവർക്ക് വേണ്ടിയുള്ള പരസ്യത്തിന് വേണ്ടിയുള്ള പണം ചെലവഴിക്കുന്നു. ഈ പണത്തിൻ്റെ എല്ലാം സ്രോതസ്സ് രാജ്യത്തെ കള്ളപ്പണമാണ്. ഇനി നാം ശ്രദ്ധിക്കണം, ഇനി നോക്കേണ്ട ഒരു കാര്യം,
ഇത് ഇപ്പോൾ ഇന്ത്യൻ കമ്പനികളിലെ കള്ളപ്പണം മാത്രമാണ് വന്നിട്ടുള്ളൂ. വിദേശത്തുള്ള കമ്പനികൾ വഴി എത്ര പണം വന്നിട്ടുണ്ട്? കാരണം നമുക്കറിയാം രാജ്യത്തേക്ക് ഇപ്പോൾ അദാനി സ്കാം എന്ന് പറയുന്നത് തന്നെ എന്താണ്, അവർ വ്യാജ ചലാൻ ഉപയോഗിച്ച് കള്ളപ്പണം രാജ്യത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതാണ് തെളിഞ്ഞത്. ഇപ്പോൾ ഇന്തോനേഷ്യയിൽ നിന്ന് കൽക്കരി ഇറക്കുമതി ചെയ്യുമ്പോൾ ആദ്യം അവർ ദുബായ് ആസ്ഥാനമായുള്ള കമ്പനിയുടെ ചലാൻ കൊടുക്കുന്നു, മറ്റൊരു ബില്ല് ഉപയോഗിച്ച് രാജ്യത്തേക്ക് കൽക്കരി കൊണ്ടുവന്നു, അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇവിടുന്ന് പണം ദുബായ് ആസ്ഥാനമായുള്ള ബാങ്കുകളിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരത്തിൽ കള്ളപ്പണം വിദേശത്ത് ഹോൾഡ് ചെയ്തിട്ടുള്ള കള്ളപ്പണം രാജ്യത്തേക്ക് എങ്ങനെ വരുന്നു, ആ കള്ളപ്പണത്തിൻ്റെ പങ്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ചും BJP എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യത്തിൽ കൂടി അന്വേഷണം വരേണ്ടതുണ്ട്. അതിൻ്റെ തെളിവുകൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ നാം കാണുന്നത് ഇലക്ട്രൽ ബോണ്ടിൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ട വിവരങ്ങളിൽ നാം കാണുന്നത് ഇന്ത്യൻ കമ്പനികൾ കള്ളപ്പണം കൊടുക്കുന്നതാണ് കാണുന്നത്. സാഹിബ്, ആർക്ക് കൊടുത്തു എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാതെ ഇപ്പോൾ നടക്കുന്ന ഈ കേസിലും അന്വേഷണത്തിലോ ഒന്നും ഒരു റിസൾട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ തന്നെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിൽ കൂടിയും ഇപ്പോൾ ഈ പുറത്തുവിട്ട ലിസ്റ്റ് കാണുമ്പോൾ നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? അല്ല സൈഫ്, ഇതിനകത്ത് കേസും അന്വേഷണമൊന്നുമില്ല. ഇതിന് ബേസിക്കായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജനങ്ങൾ അറിയുക എന്നുള്ളതാണ്. അത് ജനങ്ങൾക്ക് അറിയാനിടയായി എന്നുള്ളതാണ് ഈ പറയുന്ന കോടതി വിധിയിലൂടെ ഉണ്ടായ സംഗതി. അപ്പോൾ ആ കേസ് കൊടുത്തിരിക്കുന്ന ഒന്ന് CPM ആണ്. അത് കോടതി ഈ ഇലക്ഷൻ ബോണ്ടുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുൻനിരയിലുണ്ടായിരുന്ന പാർട്ടി. പിന്നെ ADR അസോസിയേഷൻ ഫോർ ദി ഡെമോക്രാറ്റിക് റിഫോംസ് പറയുന്നത് സന്നദ്ധ സംഘടന. ഇവർ രണ്ടുപേരുമാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അതിൽ കാണേണ്ട ഒരു കാര്യം, ഈ അജിം സാറിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു. ഈ കോടികൾ എന്ന് പറയുമ്പോൾ BJPക്ക് കിട്ടിയിരിക്കുന്നത് 6061 കോടിയാണ്. അതിൻ്റെ 0 സേഫ് ഇട്ട് നോക്കിയത് 6061 കോടി രൂപ. പക്ഷേ മൊത്തം ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയിരിക്കുന്ന തുകയുടെ 47.46% BJPക്ക് മാത്രമാണ്. പക്ഷെ പകുതിയും ഒരൊറ്റ പാർട്ടിയിലേക്കാണ് പോയത്. പക്ഷെ ഇതിൽ കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM നേരത്തെ ഇത് വേണ്ട എന്ന് തീരുമാനിച്ചാണ്. CPM CPI ഈ ലിസ്റ്റിലില്ല. അത് വളരെ പ്രധാനപ്പെട്ടാണ്. മുസ്ലിം ലീഗും ഈ ലിസ്റ്റിലില്ല. അതേസമയം വളരെ ചെറിയ പ്രാധാന്യം ഇപ്പോൾ സിക്കിം ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിക്കിം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അവർ 1 കോടിയുടെ മേലെ രൂപ അവർക്ക് വരുന്നുണ്ട്. ഗോവ ഫോർവേഡ് പാർട്ടി, ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ്, ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ ചെറിയ പ്രാദേശിക പാർട്ടികൾ വരെ ഈ ലിസ്റ്റിലുണ്ട്. പക്ഷേ അത്ഭുതകരമായ കാര്യം, 1ാം സ്ഥാനത്ത് BJP ആണ്, 2ാം സ്ഥാനം നമ്മൾ പ്രതീക്ഷിക്കുക സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെയാണ്. പക്ഷേ കോൺഗ്രസ് അല്ല, തൃണമൂൽ കോൺഗ്രസ് ആണുള്ളത്. 1610 കോടി രൂപ മൊത്തം ഇലക്ട്രൽ ബോണ്ടിൻ്റെ 12% അവരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പറയുന്ന അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആഖ്യാനം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. 65 കോടി രൂപ ആം ആദ്മി പാർട്ടിയും ഇതുവഴി നേടിയിട്ടുണ്ട്. ഇതെല്ലാം കള്ളപ്പണമാണ് അങ്ങനെയൊന്നും ആ പറയുന്നതിലും ശരികേടുണ്ട്. ഇത് മുഴുവൻ ഇപ്പോൾ ആം ആദ്മി പാർട്ടി മേടിച്ച 65 കോടിയും കള്ളപ്പണമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ 1368 കോടി രൂപയാണ് സാന്റിയാഗോ മാർട്ടിൻ കൊടുത്തിരിക്കുന്നത്. അങ്ങേരുടെ സ്പേഡ് ക്യാപിറ്റൽ എത്ര? 10 കോടി. അത് തന്നെ മനസ്സിലാക്കും ഇതിൻ്റെ സ്വഭാവം എന്താണെന്ന്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ നമുക്കറിയാം, ഈ പൈസ കൊടുത്തിരുന്ന കമ്പനികളെല്ലാം ഈ കാലയളവിൽ, നമുക്കറിയാവുന്ന കാലയളവിൽ ED റെയ്ഡിന് വിധേയമായിട്ടുള്ള കമ്പനികളാണ്. തെറ്റായ പ്രവർത്തനങ്ങളുടെ പേരിൽ പല നിലക്കുള്ള ആക്ഷേപങ്ങൾ നേരിട്ട കമ്പനികളാണ്. ഇപ്പോൾ ഉദാഹരണം മേഘ കൺസ്ട്രക്ഷനെ കുറിച്ച് അജിംസ് പറഞ്ഞു. നമ്മളെ ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ഇതുണ്ടായില്ലേ, വലിയൊരു ടണൽ ദുരന്തം, സിൽക്കാര ടണൽ, അതിൻ്റെ കൺസ്ട്രക്ടേഴ്സാണ് അവർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു കമ്പനി, നമ്മളിപ്പോൾ ചിലയിടത്ത് കാണുമല്ലോ, ബസ് സ്റ്റോപ്പ് ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. ചെറിയ 4 കാലിൽ ആസ്പെറ്റോ ഷീറ്റൊക്കെ അടിച്ചിട്ട് ഈ അടങ്കൽ തുക 25 ലക്ഷം 30 ലക്ഷം എന്നൊക്കെ എഴുതിയിട്ട് ആസ്പെറ്റോ ഷീറ്റിൽ ബസ് വെയിറ്റിംഗ് ഷെഡ് കാണില്ലേ. എന്താ ഈ അടങ്കൽ തുക ഇത്രയും വരാൻ കാരണം? ഇത് പല വഴിക്ക് പോകുന്നുണ്ടെന്ന്. ഈ പൈസ ആരാണോ ആ കോൺട്രാക്റ്റ് കൊടുത്ത് ആ കോൺട്രാക്റ്റ് സംഘടിപ്പിച്ച് കൊടുത്ത്, ഇങ്ങനെ പലതരം കിക്ക് ബാക്സ് കഴിഞ്ഞിട്ട് അവസാനം ബസ് വെയിറ്റിംഗ് ഷെഡിന് ചിലവഴിക്കുന്ന തുക വല്ലോ ആയിരിക്കും. പക്ഷേ ഈ മുതലാളി മൊത്തം ഇത് കോട്ട് ചെയ്തിരിക്കുന്നത് 35 ലക്ഷത്തിനും 30 ലക്ഷത്തിനൊക്കെ ആയിരിക്കും. ഇങ്ങനെയാണ് ഈ കോട്ടുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തന്നെ ഇവർ പൈസ ചിലവഴിക്കുന്നുണ്ടാവും. എന്നിട്ടൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നു. അതിൽ ശരിയാം വിധം ആവശ്യത്തിന് സിമെൻറ്റും കമ്പനിയൊന്നും ഉപയോഗിക്കില്ല. അവസാനം മനുഷ്യർ ടണലിൽ കുടുങ്ങുക, തുരങ്കത്ത് കുടുങ്ങുക, പാലത്ത് നിന്ന് താഴേക്ക് വീഴുക, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഒന്ന് പ്രോജക്റ്റുകൾ കിട്ടാൻ വേണ്ടി, രണ്ടാമത് ED പോലെയുള്ള ഏജൻസികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒക്കെ ഇലക്ട്രൽ ബോണ്ടിനെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് മനസ്സിലാവുന്നത്.
നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ സംസ്കാരം എന്താണ് എന്ന് വീണ്ടും വെളിച്ചത്ത് കാണിക്കുന്നൊരു സംഭവമാണ്. അതിൽ നിന്ന് മാറി നിന്നു എന്നുള്ള നിലക്ക് ഇടതുപക്ഷ പാർട്ടികൾക്കും മുസ്ലിം ലീഗിനും അഭിമാനിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൊണ്ട് പിന്നെ ഈ പറയുന്ന ഇപ്പോൾ തുടക്കത്തിൽ ചോദിച്ച മാതിരി ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നുകൊണ്ട് അത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഏതെങ്കിലും നിലക്ക് സ്വാധീനിക്കുമെന്ന് വെച്ചാൽ ഒരു ചുക്കും സംഭവിക്കില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതൊന്നുമല്ല സ്വാധീനിക്കാൻ പോകുന്നത്. അത് അവസാനം കാശ് ഉപയോഗിച്ച് പരമാവധി കള്ളം പ്രചരിപ്പിക്കാൻ ആർക്കാണ് സാധിക്കുന്നത്, പരമാവധി വെറുപ്പ് പ്രചരിപ്പിക്കാൻ ആർക്കാണ് സാധിക്കുന്നത്, അവർക്ക് വോട്ട് കിട്ടും. എന്തായാലും ഈ പണം ആർക്ക് കൊടുത്തു, ഏത് തരത്തിലുള്ള പണമാണ് കൊടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി വ്യക്തത വന്നാൽ മാത്രമേ പൊതുജനത്തിന് ഇക്കാര്യത്തിലൊരു ക്ലാരിറ്റി വരികയുള്ളൂ. സുപ്രീം കോടതി ഇടപെടൽ കുറെ കൂടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുകയും ചെയ്യാം.